കാനഡയുടെ മനോഹര തീരമാണ് കാണുന്നത്. ഞങ്ങൾ മാവേലിക്കരയിൽ നിന്നും കാനഡയിലെത്തി. കാനഡയുടെ ഭംഗി ആസ്വദിക്കാനായി ഇറങ്ങിയതാണ്. കുടുംബസമേതം ഞങ്ങളുണ്ട്. മകനും മകളും മരുമകനും കൊച്ചുകുഞ്ഞും എല്ലാവരും ഉണ്ട്. കാനഡയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നില്ല. നല്ല ഒരു ഉൾവനം തന്നെയാണിത്. എങ്കിലും അത് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ തക്കവണ്ണം അത് ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹാരിത ഉള്ള ഒരു സ്ഥലമാണ്. ഒട്ടും വേസ്റ്റ് ഇല്ല. ഒട്ടേറെ പൂക്കളുണ്ട്. ക്ലൈമറ്റും ഇപ്പോൾ അനുകൂലമാണ്. ഇവിടെ സമൃദ്ധിയായ വെള്ളമുണ്ട്. വെള്ളത്തിൽ മീനുണ്ട്. മീൻ പിടിക്കാനുള്ള സൗകര്യമുണ്ട്. ട്രക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. സൈക്ലിങ്ങിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ വളരെ സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ്. കുറച്ചു നേരം ഒന്ന് ഊഞ്ഞാലട ഒന്ന് അത് പുഷ് ചെയ്ത് കൊടുത്തിട്ടോ ചെല്ലേ. അപ്പാറ്റി ബേബിയായി. താല്പര്യം ഇരിക്കാൻ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത്യാവശ്യം ടോയ്ലറ്ററി സൗകര്യങ്ങളുണ്ട്. അതിനുള്ള സൗകര്യമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ആരെങ്കിലും ക്ഷീണിതരായാൽ അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാവിധ ടോയ്ലറ്റ് സൗകര്യങ്ങളും പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് എന്റെ മൊബൈൽ ഏറെ നേരം ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇവിടെ ചെലവഴിച്ചു. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയ സ്ഥലമാണ്. അധികം ആൾക്കാരില്ല. പൊതുവെ പോപ്പുലേഷൻ കുറഞ്ഞ ഒരു സ്ഥലവുമാണ്. ഡെൻസിറ്റി വളരെ കുറവാണ് ഈ പ്രദേശത്ത്. വളരെ തിക്ക് ഫോറസ്റ്റാണ്. പച്ചിപ്പ് കണ്ട് ആനന്ദിക്കുവാനും അത് എൻജോയ് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇതുകൊണ്ട് അവസാനിക്കുകയാണ്. തിരികെ പോവുകയാണ്. കൊച്ചുമോനും എല്ലാവരും മകനും കൊച്ചുമോനും മരുമകനും എല്ലാവരും ഇന്നത്തെ യാത്ര എൻജോയ് ചെയ്തു. വളരെ സേഫായ ഒരു യാത്രയായിരുന്നു. വളരെ നല്ല പച്ചിപ്പ് ഉള്ള സ്ഥലമാണിത്. വളരെ നല്ല സേഫ് ആൻഡ് സെക്യൂരിറ്റി ആയിട്ട് ഗവൺമെൻറ് ഇത് ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല സൺലൈറ്റ് നല്ല രീതിയിലുണ്ട്. എങ്കിലും വലിയ ചൂട്, നാട്ടിലെ കൂട്ട് വലിയ ചൂടില്ല. ഇപ്പോൾ വേണ്ട സമയം ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട്. ഈ ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ തിരികെ പോവുകയാണ്.